Good afternoon and welcome all to online session organized by Additional Skill Acquisition Program. Today we are continuing with the same topic, ratio analysis from the subject Business Mathematics. The session will be handled by Venkatakrishnan H, who is working as an assistant professor in CIMS Trivandrum. He completed his MBA in Strategy and Finance from IIM Calicut. He is having more than 23 years of industrial and teaching experience in BFSI sector and educational institutions. He worked as an assistant vice president in retail and corporate banking sector at various locations like New Delhi, Chennai, Palakkad, etc. I welcome Professor Venkatakrishnan H for handling the session. Thank you, ma'am. My dear students, good evening and good afternoon. Write down this question, next question very quickly. Very quickly. I think with these two questions, we are thorough with this ratios. The solvency or coverage ratios എന്നും പറയാറുണ്ട്. കവറേജ് റേഷ്യോസ് ഇന്നലെ ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെന്റും ചേർത്ത് കൺസിഡർ ചെയ്യുക. ഇൻസ്റ്റാൾമെന്റിലെ ടാക്സിന്റെ പോർഷൻ നമ്മൾ ഡിഡക്ട് ചെയ്യും. അപ്പോൾ അതിലുള്ള അത് ബേസ് ചെയ്തിട്ടാണ്. ജനറലി നിങ്ങളുടെ ബുക്കിൽ അത് റെഫറൻസ് ഇല്ല. when you go up in the higher studies you will be learning this. ഞാൻ ഇതില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് നമ്മളിപ്പോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ എല്ലാ ഡെറ്റിനെയും കൺസിഡർ ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ, നിങ്ങൾ CAയോ CMAയോ അല്ലെങ്കിൽ നിങ്ങൾ എംകോം ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ഈ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് മാറ്റും അവര്. വൺലി ലോങ് ടേം മാത്രം എടുക്കും. അതിനൊരു റീസണിങ് ഉണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എന്താണ്. ഓക്കെ, കംപ്ലീറ്റഡ്. Now write this one. Yeah. This is the next page. Slowly we will start doing it. ഇപ്പോൾ റേഷ്യോസും അറിയാം. Now, what do you mean by fixed asset ratio? Fixed asset ratio. Fixed asset ratio. Now I am not using the Excel sheet because നിങ്ങൾക്ക് ഇപ്പോൾ കുറെ തറോനസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫിഗേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാലൻസ് ഷീറ്റ് കാണുന്നതോടെ നമുക്ക് നോക്കാം ഒന്നൊന്നായിട്ട് എന്താണ്. സോ ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ്. ഗിവ് മീ ദ ആൻസർ. ഗിവ് മീ ദ ആൻസർ. Give me the answer. Fixed assets divided by total long-term funds. Give me the answer. Give me the answer. Semester 6 അല്ല. This is actually Sem 2 ആണ്. 0.6 പറഞ്ഞു. 0.66. Yeah, very good. Yeah, very good. Very good. So ഇതെന്താ ഫിക്സഡ് അസറ്റ്സ് എന്തൊക്കെയുണ്ട്? 2 ഐറ്റമേ ഉള്ളൂ അല്ലെ. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും. അപ്പോ 16 lakhs ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് മൊത്തം ആണെങ്കിൽ ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ നോക്കുക 28 lakhs. അതിൽ നിന്ന് ഷോർട്ട് ടേം ആയിട്ട് 2 എണ്ണം ഉണ്ടല്ലോ, ട്രേഡ് പേയബിൾസും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും. കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ലോങ് ടേം ആണ്. സോ ഇങ്ങനെയും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. So the answer is 0.67. That's is to 1. Hope this is clear, student. Yeah. Now, what is this long-term debt to shareholders funds? Next, long-term debt to shareholders funds. Pettannu parayu. Long-term debt to shareholders fund. Ratio endana? The ratio is long-term debts divided by shareholders funds. ഇതിലെ തന്നെ ഈ എല്ലാ റേഷ്യോയിലും അതാതിന്റെ പേരുണ്ട്. സോ ഡോണ്ട് മഗ് അപ്പ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പൊ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ് അതാണ് 0.5 എന്ന് പറഞ്ഞു.
Very good, very fast, very good. I think people are picking up like anything. ഇത് സെമിസ്റ്റർ 2 ആണ്. സെമിസ്റ്റർ 2 മാത്തമാറ്റിക്സിലെ അവസാനത്തെ ചാപ്റ്റർ ആയ റേഷ്യോ ഫിനാൻഷ്യൽ അനാലിസിസിൽ റേഷ്യോ അനാലിസിസ് വൺ ഓഫ് ദ കീ പോർഷൻ, വൺ ഓഫ് ദ ലാർജസ്റ്റ് പോർഷൻ. അതുകൊണ്ടാണ് ഇത് ആദ്യം ചൂസ് ചെയ്തത്, ബാക്കി പിന്നീട്. യെസ്, വെരി ഗുഡ്. സോ ഇറ്റ് ഈസ് 0.5 എല്ലാവർക്കും കിട്ടി. ഫിക്സഡ് അസറ്റ്സ് ഒന്ന് ചെയ്ത് കാണിക്കോ. ഫിക്സഡ് അസറ്റ്സ് എന്തൊക്കെയാ ഉള്ളത്? പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ്, 2 ഐറ്റം അല്ലേ ഉള്ളൂ. അത് 2 ഐറ്റം ടോട്ടൽ ചെയ്താൽ പോരെ. ഗുഡ് വിൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് അല്ലല്ലോ. ബാക്കിയെല്ലാം കറണ്ട് അസറ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ വന്നവർക്ക് അതിന് അറിയാൻ പറ്റും. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പെട്ടെന്ന് പറയൂ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ലോങ് ടേം ഡെറ്റ് ഒന്നുകൂടെ പറയൂ. ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയറുടെ മുകളിലുള്ള എല്ലാ ഐറ്റവും ലോങ് ടേം ഡെറ്റ് ആണ്, എക്സ്ക്ലൂഡിങ് ഓണേഴ്സ് ഫണ്ട്സ്. ഓണേഴ്സ് ഫണ്ട്സിനെ മാറ്റുക. ഓണേഴ്സ് ഫണ്ട്സിനെ മാറ്റിയിട്ടുള്ളത് ബാക്കിയെല്ലാം ലോങ് ടേം ആണ്. ഇപ്പൊ ഓണേഴ്സ് ഫണ്ട്സ് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻക്ലൂഡ്സ് ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ് ഷെയർസ് പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. പിന്നെ ഷോർട്ട് ടേം ഫണ്ട്സ് എന്താണെന്ന് അറിയാം. അത് നമ്മൾ വർക്കിംഗ് മറ്റേ ലിക്വിഡ് റേഷ്യോസിൽ പഠിച്ചു. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള സാധനം 1 ഇയറിന് താഴെയുള്ളത്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതല്ല. യെസ്, എബിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഗിവ് മീ ദ ആൻസർ. Last question answer was 0.50. Now this one. Quickly students, quickly. You are doing very smart. Quickly do it. 5.81, 5.81. Yeah, certain students are very smart. .81. Yeah, very good. A lot of answers are coming in. So ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 50,000 എങ്ങനെ കിട്ടി? 50,000 എങ്ങനെ കിട്ടി ഒന്ന് പറയൂ. 50,000 എങ്ങനെ കിട്ടി ഒന്ന് പറയൂ സ്റ്റുഡൻസ്. 50,000 എങ്ങനെ കിട്ടി? 50,000 എങ്ങനെ കിട്ടി? Yeah, 5 lakh into 10%. Yeah, long term ആണ്. Then next one, 24 എങ്ങനെ കിട്ടി? പെട്ടെന്ന്. For the benefit of others, we are repeating. Please do it. Please do it. Please come along with us. Long term loans in there ആണ്. Very good. Very good. Very good. അല്ലേ, നമ്മള് ലോങ് ടേം ലോൺസ് 8%, 3 ലക്ഷത്തിന്റെ 8% 24,000 ആണ്. യാ, അതാണ്ട് ആൾക്കാർ ഇങ്ങനെ സ്പീഡാണ് കാറിന് സ്പീഡ് പോലെ. ഓക്കെ, ഫൈൻ. യാ, നെക്സ്റ്റ് ദിസ് വൺ യു ടെൽ മീ. ദിസ് വൺ ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ്വർക്ക്. ഓൾറെഡി അറിയാം. എബിറ്റ് എന്താണ്? എബിറ്റ് ഇന്നലെ ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഐ വിൽ ട്രൈ ടു ആൻസർ ഇറ്റ് ഇൻ Q&A പ്ലീസ്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇങ്ങനെ ഫുൾ ഫോം മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ദ ആൻസർ. ഫിക്സഡ് assets divided by net worth, because yeah, already you have all these things. So just I wanted to get it confirmed. Hope this is clear. For all it is clear. Okay, for the just for the sake of additional knowledge, I have given you the debt service coverage ratio in the formula. Capital gearing ratio formula തന്നിട്ടുണ്ട്. ചില ബുക്കിൽ ഇതിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നിരിക്കുകയാണ്. ബിക്കോസ് ചില ബുക്സിൽ റെക്കമെൻഡഡ്, ചില ബുക്സിൽ അത് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അതിന്റെ പ്രസക്തി ഞാൻ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇഫ് യു വാണ്ട് ടു നോട്ട് ഡൗൺ ദ ഫോർമുല, യു പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. സോ യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. And then if at all we have got time, we will do some problems in this. So capital gearing ratio ആണ്, gearing അല്ല, ഒരു n കൂടുതലായി പോയി. So debt service coverage ratio ഇവിടെ എന്താണ്? Interest on long term debt. അത് സൂക്ഷിക്കുക. ലോങ് ടേം ഡെറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഷോർട്ട് ടേം ഡെറ്റ് എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ.
ബാക്കിയുള്ള ലോങ് ടേം ലോൺസ് ലോങ് ടേം ആണ്, മോർഗേജ് ലോൺ ലോങ് ടേം ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡിബഞ്ചർ ലോങ് ടേം ആണ് ജനറലി. അപ്പോ ഇതിന്റെ എല്ലാം പ്ലസ് പ്രിൻസിപ്പൽ പോർഷൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ് because of the tax benefits which are available for that. That is why we are dividing it by 1 minus tax rate. And net profit before interest and tax. അതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട്സ് ബെയറിംഗ് ഫിക്സഡ് ഫൈനാൻഷ്യൽ പേയ്മെന്റ്സ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പേയ്മെന്റ്സ് ആണ്. നോക്കൂ, ഷോർട്ട് ടേം ലോണ് ഫിക്സഡ് ആയിരിക്കത്തില്ല. ഷോർട്ട് ടേം ലോൺ എന്താണ്, നിങ്ങളുടെ ലോൺ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ ലോങ് ടേം ലോൺസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിലും ലോങ് ടേം ആണ് എടുക്കുന്നത്. ലോങ് ടേം ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് എടുക്കുന്നത്. That means you can say in a way funds bearing fixed financial payments എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് പ്ലസ് ലോങ് ടേം ഡെറ്റ് എന്നും പറയാം. ബിക്കോസ് പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ ഇവിടെ ഡെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതാണ് മോഡേൺ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് പ്രിഫറൻസ് ഷെയറിനെ ഇപ്പോൾ ബിക്കോസ് നമ്മൾ അവർക്ക് ഒരു 12%, 10% എന്ന് പറഞ്ഞ പെർസെന്റേജ് തീരുമാനിച്ചു വെക്കുന്നു. പക്ഷേ ഇക്വിറ്റി ഷെയർസ് നോ തീരുമാനമാണ്. ബിക്കോസ് അവരുടെ ഡിവിഡൻഡ് പോളിസി എവറി ഇയർ ഡിക്ലെയർ ആവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഈ പ്രിഫറൻസ് ഷെയറിനെയും ചില ബുക്സിൽ ആഡ് ചെയ്ത് കാണാറുണ്ട്. ഇല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റ് മാത്രം എടുത്താൽ മതി. Only the conceptual part we have done. So this ends our solvency ratios. We are now moving on, students, with the activity ratios. One of the important ratios where the company measures the daily activity. So നമ്മൾ ഈ ഡെയിലി ആക്ടിവിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കമ്പനിയുടെ ഡെയിലി ആക്ടിവിറ്റി മോണിറ്റർ ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇറ്റ് മെഷേഴ്സ് ദ എഫക്റ്റീവ്നെസ് വിത്ത് വിച്ച് എ ഫേം യൂസസ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ്. സോ ഒരു മാനേജ്മെന്റിന്റെ സ്റ്റുഡൻസ് രണ്ട് വശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എഫക്റ്റീവ്നെസ്സും ഒന്ന് എഫിഷ്യൻസിയും. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കാണാതെ പഠിച്ചിരിക്കും. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, അല്ലെ? അതേഴ്സുമായിട്ട് കാര്യങ്ങൾ നടത്തി പോവുക. പക്ഷെ ചുമ്മാ കാര്യം നടത്തിയാൽ പോരാ, അവിടെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും വേണം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വിത്ത് വിച്ച് ദ റിസോഴ്സസ് വി ആർ യൂസിങ് ഇറ്റ്. ഹോപ്പ് യു ആർ ക്ലിയർ. ഇങ്ങനെയാണ് ഇതിനെ അപ്പോ ആക്ടിവിറ്റി റേഷ്യോസ് ഇതിനെ നമുക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കും. ഈ റേഷ്യോസ് ഇത് എങ്ങനെ എഫിഷ്യൻസി ആയിട്ട് നടക്കുന്നുണ്ടോ, ഓർഗനൈസേഷനിൽ ഈ എഫക്റ്റീവ്നെസ് നടക്കുന്നുണ്ടോ, ആൻഡ് എഫിഷ്യൻസി ആയിട്ട് അവർക്ക് അസറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിനെ കാണിക്കും. ഇതിനെ ടേൺ ഓവർ റേഷ്യോസ് എന്നും പറയാറുണ്ട്. It indicates the speed with which the resources are being converted into revenue from operations. So revenue from operations ആണ് ഇതിനെ കൂടുതലായിട്ടും, അത് ഏത് സ്പീഡിലാണ് നമ്മൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന്. അപ്പോ ഇതിൽ വരുന്ന വേരിയസ് റേഷ്യോസ് ആണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അറിയാം, സ്റ്റോക്ക് ആണെന്നറിയാം. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സെയിൽസ് ആണെന്നറിയാം. അപ്പൊ സ്റ്റോക്കിനും സെയിൽസിനും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതോ ഒരു റേഷ്യോയാണ് എന്നറിയാം. അപ്പോ എന്താണ് ടേൺ ഓവർ? ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ രണ്ട് വശങ്ങളുണ്ട്. അത് പറഞ്ഞു തരാം. ജനറലി ടേൺ ഓവർ ദ ടേം ഈസ് യൂസ്ഡ് ഫോർ സെയിൽസ് എന്നാണ്. ഓക്കെ. Then next one, working capital turnover ratio. അപ്പോ വർക്കിംഗ് ക്യാപിറ്റലും ടേൺ ഓവറിനും സംബന്ധിച്ചിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അതും പ്ലസ് ടേൺ ഓവർ സെയിൽസും ഇത് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അറിയാം. നെക്സ്റ്റ് വൺ, ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ. ഫിക്സഡ് അസറ്റ്സ് എന്താണെന്ന് അറിയാം. കറന്റ് അസറ്റ് അല്ലാത്തതെല്ലാം ഫിക്സഡ് അസറ്റ് ആണ്. Non-current assets are generally called as fixed assets, excluding intangible. Okay, intangible and fictitious one. So debtors turnover. അപ്പോ ഡെറ്റേഴ്സ് ടേൺ ഓവർ എന്താണ്? ഡെറ്റേഴ്സ് എങ്ങനെ കൺവേർട്ട് ആകുന്നു? നമ്മൾ ഡെറ്റേഴ്സ് ആരാ? ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അവരും സെയിൽസും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുപോലെ തന്നെ, അതായത് നിങ്ങളുടെ ബുക്സിൽ ക്യാഷ് സെയിൽസ് എത്രയാണ്, ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കാൻ കാരണം? ബിക്കോസ് ക്യാഷ് സെയിൽസ് ആണെങ്കിൽ പൈസ കിട്ടി തീർന്നു. പക്ഷെ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലോ ഒരു റിസ്ക് ഉണ്ടല്ലോ. അപ്പോ ഈ ടേൺ ഓവർ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദെൻ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ നേരെ ഉൾട്ട. അതുപോലെ തന്നെ പർച്ചേസസ്, നിങ്ങളുടെ പർച്ചേസസിന്റെ വെലോസിറ്റി
എന്താണ് ഒന്ന് മനസ്സിലാവും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്പീഡ് എന്ന് പറയും. ഇതിനെ വെലോസിറ്റി റേഷ്യോ എന്നും പറയും. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി റേഷ്യോ എന്നും ഡെറ്റേഴ്സ് വെലോസിറ്റി റേഷ്യോ എന്നും പറയാറുണ്ട്. ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ്, കടൻ കൊടുത്തതിനെ നമ്മൾ എത്ര ദിവസത്തിൽ തിരിച്ചു മേടിക്കുന്നു. നമ്മൾ കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ 60 ദിവസം കൊടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ സ്മാർട്ട് ആണെങ്കിൽ ചിലപ്പോൾ 45 ഡേയ്സിൽ റിയലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ചില സമയം ചില പേയ്മെന്റ് ഈ 60 ദിവസം കഴിഞ്ഞിട്ടും പോകും. അപ്പോ ആരൊക്കെയാ ഈ ഡെഡ് ലൈൻ ക്രോസ് ചെയ്യുന്നത്, ആരൊക്കെയാ ഡെഡ് ലൈൻ്റെ അകത്തുള്ളത്, ഇതനുസരിച്ച് പല ഡിസിഷനും എടുക്കാൻ പറ്റും. നോക്കൂ, ഒരു കടക്കാരനോ ഒരു ബിസിനസ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണമെങ്കിൽ ഇവിടെയാ കളിയുള്ളത്. നിങ്ങൾ നേരത്തെ അയാൾക്ക് പേയ്മെന്റ് നടത്തുക, അയാൾ പറയും ഓക്കെ സാർ, ഐ ആം ഗിവിംഗ് യു ദിസ് ഡിസ്കൗണ്ട്, സോ യു ക്യാൻ അവൈൽ ദിസ് ഡിസ്കൗണ്ട്. അതുകൊണ്ട് ഒരു റേഷ്യോ ചെയ്യുമ്പോൾ വെറും ആ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യല്ല, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസിനെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ബുക്കിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്. പക്ഷെ കുട്ടികൾ ആരും കൂടുതൽ അതിൽ ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റേഷ്യോ കാണാതെ പഠിക്കേണ്ട, അതിൽ നിന്ന് തന്നെ റേഷ്യോ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. You don't have to mug up the ratio. That's what the advantage of learning the significance part. Average credit payment period. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ സപ്ലയറിന് പേയ്മെന്റ് ചെയ്യുന്നത് അതിനെയും മനസ്സിലാക്കുക. സപ്ലയർ ചിലപ്പോൾ നിങ്ങൾക്ക് 60 ദിവസം തരുമായിരിക്കും, 40 ദിവസം തരുമായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ റേഷ്യോസ് കാണുന്നത്. നമ്മൾ ഒന്നൊന്നായിട്ട് റേഷ്യോസ് കാണാം. Now, what is inventory turnover ratio? Hope you are all with me, students. So it establishes a relationship between cost of revenue from operations and average inventories on average in industrial inventories on. One second, I'll correct it right now. 1 second, students, wait. Average inventories. So average inventories on. So it establishes a relationship between cost of revenue from operations other plus average inventories on. So it is used to determine the efficiency with which the inventory of finished goods converted into revenue from operations. ഈ revenue from operations എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുക സിമ്പിൾ ടേംസിൽ. പക്ഷേ നമ്മൾ ഇതിൽ എന്തുകൊണ്ടാണ് സെയിൽസിനെ എടുക്കാതെ ഈ ഫോർമുലയിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ എടുക്കുന്നു? ബിക്കോസ് സെയിൽസ് എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞതിനെയാണ് ആക്ഷൻ ബീങ് സോൾഡ്. പക്ഷെ ഇവിടെ നമ്മൾ അതിന്റെ കോസ്റ്റ് എലമെന്റിനെയാണ് ശ്രദ്ധിച്ചു പോവുക. ബിക്കോസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻവെന്ററീസ് ആർ ഓൾസോ റെക്കോർഡഡ് ഇൻ കോസ്റ്റ് പ്രൈസ് ആർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ എലമെന്റിനെ മാറ്റി മറിക്കുന്നു, പ്രോഫിറ്റിന്റെ എലമെന്റിനെ നമ്മൾ മാറ്റുന്നു. ബിക്കോസ് ഒരു റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അതിൽ പ്രോഫിറ്റിന്റെ എലമെന്റ് വേണമെന്നില്ല. അത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ നമ്മൾ അത് നോക്കാം. നമ്മളിവിടെ ആക്ടിവിറ്റി ആണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് ഇൻവെന്ററിയും എങ്ങനെയാ ബന്ധപ്പെടുക എന്ന് പറയുന്നത്. Now, what do you mean by cost of goods sold? Cost of goods sold is nothing but opening stock plus purchases plus all direct expenses directly which is needed. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിക്കൊള്ളൂ, ഇത് തന്നെ ഉണ്ടാവും. Or you can calculate this one COGS by sales minus gross profit. Because ചില പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും എല്ലാം ഉണ്ടാവും. ചില പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ്, പർച്ചേസ്, ഡയറക്റ്റ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെ തരും. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ യു നീഡ് ടു പുട്ട് ദി suitable formulae. And what do you mean by average inventory? Opening stock plus closing stock divided by 2. അപ്പോ ഈ നോർമൽ ഓപ്പണിംഗും ക്ലോസിംഗും ഡിവൈഡഡ് ബൈ 2. എന്തുകൊണ്ടാണ് ആവറേജ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആവറേജ് എടുക്കുമ്പോൾ നമ്മുടെ റേഷ്യോസിൽ കുറച്ചുകൂടെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ആവറേജ് എടുക്കാൻ കാരണം. ഇപ്പൊ ആവറേജ് തന്നിട്ടില്ല സാർ, ക്വസ്റ്റ്യനിൽ ആവറേജ് തന്നിട്ടില്ല, പക്ഷെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം തന്നിട്ടുണ്ട്. യെസ്, you can do this one by dividing it by closing stock itself. There is no problem. ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ ഹിഡൻ ആയിട്ട് ഓപ്പണിംഗും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമം നടത്തണം. അത് ഹിഡൻ ആയിരിക്കും. അത് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുമ്പോഴാണ് ആ ഹിഡൻ പോയിന്റ് മനസ്സിലാവുക. So hope this formula is clear. Inventory turnover ratio is equal to cost of goods sold divided by
ആവറേജ് ഇൻവെന്ററി. ഇവിടെ സെയിൽസിനെ നമ്മൾ സെയിൽസിന്റെ പ്രോഫിറ്റ് എലമെന്റിനെ കുറച്ചിട്ടുള്ള ഫിഗേഴ്സ് ആണ് എടുക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ COGS കിട്ടും. ഈ COGS എങ്ങനെയാ കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ക്ലോസിംഗ് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി റിയൽ ആയിട്ട് കോസ്റ്റ് ആവുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഇത് മൂന്നുമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. Hope the points are clear. Yeah, higher the ratio, better the fast moving of finished goods. Because കൂടുതൽ റേഷ്യോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്സ് ഇങ്ങനെ പുറത്തു പോകുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. Yeah. Now the next one is working capital turnover ratio. It is used to determine the efficiency with which working capital is utilized. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? കറണ്ട് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ആ പൈസ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു ജനറേറ്റ് സെയിൽസ് പെർ റുപ്പി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് പെർ റുപ്പി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എത്ര സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ ആണ് കൂടുതൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹയർ ദ റേഷ്യോ, മോർ എഫിഷ്യന്റ് ദ മാനേജ്മെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വൈസി വെർസ. ലോവർ മീൻസ് ലോവർ എഫിഷ്യൻസി, അത്രേ ഉള്ളൂ. ആൻഡ് ദ ഫോർമുല ഈസ് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ഓഫ് കോഴ്സ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ റിട്ടേൺസിനെയും കുറയ്ക്കുക, സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിനെയും കുറയ്ക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ക്യാഷും ക്രെഡിറ്റ് സെയിൽസും നമ്മൾ ഇവിടെ എടുക്കണം. ഇത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും ടേൺ ഓവറും സംബന്ധിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കുന്നത്. ഹോപ്പ് യു ഹാവ് റിട്ടൺ സ്റ്റുഡൻസ്. ഫോർമുല ആദ്യം എഴുതിയെടുക്കുക. ഹോപ്പ് യു ഹാവ് റിട്ടൺ. Yeah, we are proceeding further. Yeah, very good. Thank you. Yeah, fixed assets turnover. Now, same thing. Net sales or turnover divided by net fixed assets. ഇവിടെ നോക്കുള്ളൂ, എല്ലാം ടേൺ ഓവർ എല്ലാം സെയിൽസ് ആണ്. ആദ്യത്തെ ഫോർമുലയിൽ നമ്മൾ COGS എടുത്തു. പിന്നെ നോക്കൂ, ഇവിടെ നോക്കൂ, ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. സോ turnover or net sales divided by net fixed assets. ഇവിടെ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. എബിലിറ്റി ഓഫ് ദ ഫേം ടു ജനറേറ്റ് ഫിക്സഡ് അസറ്റ്സ് കൊണ്ട് നമ്മളുടെ സെയിൽസിന്റെ എഫക്റ്റീവ്നെസ് എന്താണ്? ബിക്കോസ് ഫിക്സഡ് അസറ്റ്സിന്റെ യൂസേജും നമ്മുടെ ബിക്കോസ് ഫിക്സഡ് അസറ്റ്സ് വാങ്ങിയിട്ടാ പോരല്ലോ, അതിനനുസരിച്ചുള്ള സെയിൽസ് വേണ്ടേ? സാർ, ഞാൻ കടയിൽ ഫസ്റ്റ് മിഷനറി വന്നു, അത് ഫുൾ യൂട്ടിലൈസേഷൻ ആണ്. രണ്ടാമത്തെ മിഷനറി, അതായത് ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കടയിൽ നിങ്ങളുടെ ഇതില് ഒരു മാവിന്റെ ബില്ലാണെന്ന് വെച്ചോളൂ. അയാള് 2 മെഷീനോ 3 മെഷീനോ ഉണ്ടാവും. ചിലപ്പോൾ 2 മെഷീനാണ് ഉള്ളത്. പക്ഷെ നല്ല ഡിമാൻഡ് ഉണ്ട്, ആൾക്കാർ മാവ് പൊടിക്കാനും അരയ്ക്കാനും ഇങ്ങനെ പോകുന്നുണ്ട്. പെട്ടെന്ന് അയാൾ തീരുമാനിച്ചു, ഓക്കെ, ഒരെണ്ണം കൂടെ ഇടാം. പക്ഷെ ഒരു മെഷീന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4-5 ലക്ഷമാണ്. പക്ഷെ അതിനനുസരിച്ച് ആ മെഷീന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ സാധനം പൊടിച്ചു കിട്ടിയില്ലെങ്കിൽ ആ മെഷീന്റെ കോസ്റ്റ് വേസ്റ്റ് അല്ലേ? അപ്പോ അതിനെയൊക്കെ മനസ്സിലാക്കാനാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഈ ഫിക്സഡ് അസറ്റ്സിന്റെ യൂസേജും എന്റെ ടേൺ ഓവറുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പോകുന്നുണ്ട് അതും നമുക്ക് മനസ്സിലാക്കണം. ഹയർ ദ റേഷ്യോ ദ കമ്പനി എഫിഷ്യന്റ്ലി യൂസ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ്സ് ടു ജനറേറ്റ് സെയിൽസ്. ലോവർ ദ റേഷ്യോ ദ നെഗറ്റീവ് പാർട്ട്. Hope this is clear. Yeah. Now the next one is debtors turnover ratio or debtors velocity ratio. Velocity എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു സ്പീഡായിട്ട് ഒരു ഡയറക്ഷനിൽ പോകുന്നതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഫിസിക്സിലെ ഉള്ള ഒരു ഇതാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ സ്പീഡ് ഓഫ് കളക്ഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ഓർ ഡെറ്റേഴ്സ്. അപ്പോ ഈ ഫോർമുലയെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്: നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ എന്നാണ് എഴുതുന്നത്. ക്രെഡിറ്റ് സെയിൽസ് എന്താണെന്ന് അറിയാം. ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ നേരത്തെ കണ്ടു. വാട്ട് ഡു യു മീൻ ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ? ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ മീൻസ് debtors plus bills receivable opening plus closing debtors plus bills receivable. അപ്പോ bills receivable ഇവിടെ ആഡ് ആകും.
ഒന്ന് ശ്രദ്ധിക്കുക, ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഒരു പോയിന്റ്, അഡീഷണൽ പോയിന്റ് ശ്രദ്ധിക്കുക. ഡെറ്റേഴ്സും BR ആണ്, ബിൽസ് റിസീവബിൾ ആണ്. അതിന്റെ ഓപ്പണിങ്ങും അതിന്റെ ക്ലോസിങ്ങും കൂട്ടുക, ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ കിട്ടും. ഹയർ ദ റേഷ്യോ ബെറ്റർ ദ കളക്ഷൻ പോളിസി ഓഫ് ദ ഫേം. അപ്പോൾ ഇവിടെ BR ഉണ്ട്. ബിക്കോസ് ചില കമ്പനി ബിൽസിലാണ് പേയ്മെന്റ് വാങ്ങിക്കുക, ചില കമ്പനി നോർമൽ ഇൻവോയ്സിലാണ് പേയ്മെന്റ് വാങ്ങിക്കുക. സോ ഇതെന്ന് പറയുന്നത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, അതിന് ചില പർപ്പസ് ഉണ്ട് അങ്ങനെ ചെയ്യാൻ. അപ്പോ ഈ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാ ടേൺ ഓവർ ആവുന്നത്, നമ്മളുടെ ടേൺ ഓവർ, നമ്മുടെ സെയിൽസും നമ്മുടെ ക്രെഡിറ്റ് സെയിൽസും നമ്മുടെ ആവറേജ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ് നോക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ബിക്കോസ് ഡെറ്റേഴ്സ് എന്നുള്ള ടേം തന്നെ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ, അല്ലെ? Yeah, hope you have written this. Now, creditors turnover ratio. Sir, opening debtors, closing debtors എന്നാൽ എന്താണ് മനസ്സിലായില്ല? ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ഓപ്പണിംഗ് ഡെറ്റർ ചില ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗും ക്ലോസിംഗും ഉണ്ടാവുമല്ലോ. BR എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ. ക്രെഡിറ്റേഴ്സ് റേഷ്യോ സെയിം പോലെ തന്നെയാണ്, ഡെറ്റേഴ്സ് പോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ സെയിൽസിന് പകരം നമ്മൾ ഇവിടെ പർച്ചേസസിനെ നോക്കുന്നു, ബിക്കോസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. സോ വി ആർ ചെക്കിംഗ് ഹിയർ ദ പർച്ചേസസ് പാർട്ട്, ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ്. ഇവിടെ എന്താ അസസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ടു ഹെൽപ്പ് ഡിസൈഡ് വെദർ ഓർ നോട്ട് ടു ഗ്രാൻഡ് ക്രെഡിറ്റ് ടു എ കമ്പനി. സപ്ലയേഴ്സ് നോക്കുന്ന റേഷ്യോ ആണിത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വെക്കും, റെക്കോർഡായിട്ട് വെച്ചാലും സപ്ലയർ ആദ്യം നോക്കുന്ന ഈ റേഷ്യോ ആണ്. അവൻ നോക്കും, അതായത് നിങ്ങളുടെ പേയ്മെന്റ് പക്കായാണോ, ടൈം ലിമിറ്റിലാണോ വരുന്നത്. അപ്പോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾസ്. അവിടെ റിസീവബിൾസ് ആയിരുന്നു, ഇവിടെ പേയബിൾസ്. അക്കൗണ്ട്സ് പേയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ്, സോറി, അക്കൗണ്ട്സ് പേയബിൾസ് ആണ്. അക്കൗണ്ട്സ് പേയബിൾസ്, അക്കൗണ്ട്സ് പേയബിൾസ് ആണ്. Opening creditors and BP, opening creditors and bills payable plus closing creditors and bills payable divided by 2. അതായത് ബാലൻസ് ഷീറ്റിൽ ഇത് രണ്ടും ഉണ്ടാവും, ഇതിന്റെ ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഡേറ്റ ഇല്ലെങ്കിൽ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സിനെ എടുക്കുക, അത്രേ ഉള്ളൂ. ക്ലോസിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ റേഷ്യോ ചോദിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പോവുക, അത്രേ ഉള്ളൂ. ഏത് ഡേറ്റ ഉണ്ടോ, ജനറലി നമ്മളൊരു ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ എന്താണ്, ക്ലോസിംഗ് ഡേറ്റ എന്തായാലും കാണും, അല്ലെ? അപ്പോ ആ ഡേറ്റ എടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് അല്ല, നമ്മുടെ ഇവിടെ ഈ ആക്ടിവിറ്റി റേഷ്യോസ് കൂടുതലും P&L ആണ്. P&L, അതായത് ട്രേഡിംഗ് ആൻഡ് P&L ആണ് കൂടുതൽ ഫോക്കസ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽസ് പേയബിൾ, ബിൽസ് പേയബിൾ, ബിൽസ് പേയബിൾ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഈ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, അത് കറണ്ട് അസറ്റിന്റെ എന്താണ്, ലിക്വിഡിറ്റി തന്നെ കണ്ടായിരുന്നു. ഇതിലങ്ങനെയാണ്. ഓക്കെ, നൗ ഇതിന്റെ കൂടെ തന്നെയാണ് ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ്. ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ഇല്ലെങ്കിൽ നമ്പർ മന്ത്സ് ഇല്ലെങ്കിൽ നമ്പർ ഓഫ് വീക്സ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എപ്പോഴാണ് എക്സാക്ട് ആയിട്ട് വരുന്നത്? ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ടൈം ഇറ്റ് ടേക്സ് ഫോർ എ ബിസിനസ് ടു റിസീവ് പേയ്മെന്റ്സ് ഓവർഡ് ബൈ ഇറ്റ്സ് ക്ലയൻസ്. ക്ലയൻസ് നമുക്ക് തരാനുണ്ട്, ഓവർഡ് ബൈ ദ ക്ലയൻസ്. സോ അത് നമുക്ക് എന്ന് എക്സാക്ട് ആയിട്ട് കിട്ടും. എപ്പോഴാ, ടൈം എന്താ? സോ ഇതിന്റെ ആവറേജ് എടുത്താ നോക്കുന്നത്. ബിക്കോസ് ഇത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഫേമിന്റെ കപ്പാസിറ്റി ടു റിയലൈസ് സെയിൽസ്. സെയിൽസ് നടത്തിയാൽ പോരാ. അതെ 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 അതെ. സോ സെയിൽസ് നടത്തിയാൽ പോരാ, സെയിൽസിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയാൽ മാത്രം പോരാ, സെയിൽസിന്റെ റിയലൈസേഷനും വേണം. അപ്പോ ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ആവറേജ് കളക്ഷൻ പീരീഡ് ടു എൻഷുവർ ദേ ഹാവ് എനഫ് ക്യാഷ് ഓൺ ഹാൻഡ് ടു മീറ്റ് ദയർ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ബിക്കോസ് ഇവര് പേയ്മെന്റ് തന്നാലല്ലേ നമുക്ക് ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റും കൊടുക്കാൻ പറ്റൂ, അല്ലെ? ഇപ്പൊ ബിസിനസ് എപ്പോഴും പുറത്തുനിന്ന് പൈസ എടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോ നമ്മുടെ സെയിൽസിൽ നിന്ന് നമുക്ക് റിയലൈസ് ആയാലേ നമ്മുടെ സപ്ലയേഴ്സിന് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോ അതിനുവേണ്ടി ലോവർ
the period better ആണ്. ഒരാൾക്ക് നമ്മൾ 60 ദിവസം കൊടുത്തു, ടൈം കൊടുത്തു, അയാൾ 5 ദിവസത്തിൽ പേ ചെയ്തു, നിങ്ങൾക്ക് ലാഭമല്ലേ? ബാക്കി 55 ദിവസം നിങ്ങൾക്ക് ലാഭമല്ലേ? നിങ്ങൾ ഇത് വെച്ചോണ്ട് നിങ്ങളുടെ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റേഴ്സ് നേരത്തെ പേ ചെയ്യുന്ന അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും. അപ്പൊ ആ ഡിസ്കൗണ്ട് മൊബൈൽ ചെയ്യാം, നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ്. അപ്പൊ ഒരു ബിസിനസ് ഇതിനെയൊക്കെ നോക്കി വേണം പോവാൻ. ഈ റേഷ്യോസ് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, ഈ ആംഗിളിലും ചിന്തിക്കുക. Am I clear, students? And now the last one, average debt payment period. The same as this one, collect debt payment avade collection നോക്കി, ഇവിടെ നമ്മൾ പേയ്മെന്റിനെ നോക്കി. Average accounts payables multiplied by 365 divided by net credit purchases. അപ്പോ or you can do it like this, 12 months or 365 days or 360 days divided by creditors turnover ratio. ഇങ്ങനെയാലും കിട്ടും. മുകളിലും ഇതേപോലുള്ള ഫോർമുല യൂസ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോന് പകരം ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുകളിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. 12 months or 365 or 360 days. ബുക്കിൽ 360, ക്വസ്റ്റ്യനിൽ 360 ആണെങ്കിൽ 360 എടുക്കുക, 365 ആണെങ്കിൽ 365 എടുക്കുക. ഇത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ആൻസർ ഡേയ്സിലോ മന്ത്സിലോ വീക്സിലോ കിട്ടാറുണ്ട്. ഈ ഫോർമുല എഴുതിയെടുത്തുള്ള so it reveals the insight about a company's cash flow and credit worthiness. Yes, അപ്പോൾ കമ്പനി എന്താണെന്ന് പറയുമ്പോൾ, ബിക്കോസ് നമ്മൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഡീലിംഗ് ഇങ്ങനെ വെച്ചേക്കുന്നു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്താൽ കറക്റ്റ് ആയിട്ട് 5-ാം തീയതി എന്നാൽ പേയ്മെന്റ് വരും, അങ്ങനെയാണ് ഡീലിംഗ്. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതുപോലെയുള്ള പേയ്മെന്റ് സിസ്റ്റം, പ്രോപ്പർ ആയിട്ടുള്ള ചില സിസ്റ്റംസ് യൂസ് ചെയ്ത് പല കമ്പനീസും ബെനിഫിറ്റ് നേടിയിട്ടുണ്ട്. When you work in a company, then you will realize that how this is being done and how this is also in a way. ഇതിന്റെ ഒരു ചെറിയ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു നോളജിന് വേണ്ടി ഒരു ചെറിയ ഒരു സ്മോൾ കേസ് പറഞ്ഞുതരാം. യു മൈറ്റ് ബി നോയിങ് ഡെൽ കമ്പ്യൂട്ടേഴ്സ്, ഡെല്ലിന്റെ ലാപ്ടോപ്പ്, HP ലാപ്ടോപ്പ്, ഹ്യൂലെറ്റ് പാക്കാർഡ്, ഡെല്ല് കമ്പനി കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഡെല്ല് കമ്പനി അല്ലെ? ഈ ഡെൽ കമ്പനിയും ഹ്യൂലെറ്റ് പാക്കാർഡ് കമ്പനിയും, രണ്ട് കമ്പനിയും ഈ ലാപ്ടോപ്പ് സെയിൽ ചെയ്യാൻ വളരെ വളരെ സ്ട്രോങ് ആണ്. അവര് പല രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ്. ഈ ലാപ്ടോപ്പ് നമുക്ക് പലതും ഉണ്ടല്ലോ, പല വേരിയേഷൻസ് ഉണ്ടല്ലോ. 15 തൊട്ട് 20,000 വരെ ലാപ്ടോപ്പ് കിട്ടും, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം വരെ ലാപ്ടോപ്പും കിട്ടാറുണ്ട്. അപ്പോ നമുക്ക് പല പക്ഷെ നോർമൽ കസ്റ്റമർ വേരിയന്റ് അത് ഡെല്ലിനും HPക്കും വളരെ ഫൈറ്റ് ആയിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. ഡ്യൂറിങ് ദ 95s, മിഡ് 90s എന്ന് പറയാം, 95, 94, 95 ആ കോമ്പറ്റീഷനിൽ ഡെല്ലി ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവര് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും പ്ലസ് ഈ കളക്ഷൻ പീരീഡ് ആൻഡ് പേയ്മെന്റ് പീരീഡ്, ഇത് രണ്ടിലും നന്നായിട്ട് വർക്ക് ചെയ്തു. അവരൊരു പുതിയ സ്കീം കൊണ്ടുവന്നു. അപ്പോ മേക്ക് ടു ഓർഡർ എന്ന് പറഞ്ഞ സ്കീം, അതായത് ഒരാള് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ 25% നേരത്തെ അടയ്ക്കുക, റഫ്ലി. So when you pay 25% in advance, the manufacturer has an advantage of using that money for your production. Might be your entire cost of production is 25 only, ബാക്കി 75% നിങ്ങൾക്ക് ലാഭമായിരിക്കും. ആ ബിസിനസിന്റെ മിടുക്കാണ്. അപ്പോൾ ഡെല്ലി ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ആ HP-നെ കടത്തി വേണ്ടി നല്ല സെയിൽസ് നടന്നു. ആ സമയം അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയം. അപ്പൊ അതുകൊണ്ടാണ് ഈ റേഷ്യോ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ചെറിയ കേസേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ സക്സസ് ആയിട്ടുള്ള കേസും ഉണ്ട്, ഫെയിലൂർ ആയിട്ടുള്ള കേസും ഉണ്ട്. ഫെയിലൂറും പറഞ്ഞുതരാം പിന്നെ. സോ hope this is clear. Now write down this problem quickly. ഈ പ്രോബ്ലം ക്വിക്കായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ. ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലേ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്നും പറയാറുണ്ട് അല്ലെ. അപ്പോ ഈ റേഷ്യോ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? വാട്ട് ഇസ് ദ ഫോർമുല സ്റ്റുഡൻസ്? പെട്ടെന്ന് ആരെങ്കിലും ടൈപ്പ് ചെയ്യുക, പെട്ടെന്ന് എടുത്ത ഫോർമുല. വാട്ട് ഇസ് ദ ഫോർമുല പ്ലീസ്?
Yeah, very good. Typing speed. Yeah, that's what. So COGS divided by average inventory. Yeah, COGS. Very good. Purple. Yeah. No, idea is there. Good. Very good. Good. People are following. Now, പെട്ടെന്ന് ആൻസറും പറയുക. പെട്ടെന്ന് ആൻസറും പറയുക. What is COGS? What is COGS? What is COGS? Cost of goods sold. അല്ലെ? അപ്പോ COGSന്റെ നമ്മൾ അതിലുള്ള എലമെന്റ്സ് എന്താണ്? പെട്ടെന്ന് ഓർമ്മ വരണം. എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, അതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, പർച്ചേസസ് ഉണ്ടാവും, അല്ലെ? ഇതെല്ലാം ഉണ്ടാവും. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. പല ആൾക്കാരെ ആൻസർ തന്നു. വളരെ മിടുക്കന്മാരും. എന്റെ അമ്മോ. സോ നോക്കൂ, ഇതിനെ ഇങ്ങനെയും പെട്ടെന്ന് അറിയുക. ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും ഉണ്ട്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാം. നമുക്ക് സമയമേ വേണ്ട. എവിടെയൊക്കെ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടോ ഡയറക്റ്റായി ഇങ്ങനെ എടുക്കുക. പക്ഷേ സെയിൽസ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. അവിടെ ഇതിൽ പോകരുത്, കയറിപ്പോയി കളിക്കരുത് കേട്ടോ. റോങ് ആവും. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ വേറെ രീതിയിൽ പറഞ്ഞു തരാം. ഇത് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യാ, you would have correct. So the answer is 3.2 times. A lot of students have got very correct. So all the students in a thumbs up. Very good. You are doing great. Now let me see the next question. Let me say, wait. Yeah, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക സ്റ്റുഡൻസ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ് കേട്ടോ. ഇപ്പൊ നമ്മളത് ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കുക. സ്മോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ബിക്കോസ് അത് കുറച്ച് തിരിച്ചും വളഞ്ഞും പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായ കുട്ടികൾ വളരെ ഈസിയാണ്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റിൽ തിരിച്ചിടാം. ഡു റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ സ്റ്റുഡന്റ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ആവറേജ് ഡെറ്റ് പേയ്മെന്റ്. ഫിനിഷ് സാർ. വെരി ഗുഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമുക്കറിയാം ഈ ക്യാഷ് പർച്ചേസിന്റെ പ്രസക്തി ഇല്ല എന്നറിയാം. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസിനെ നോക്കിയിട്ട് പോണം, അല്ലെ? ക്രെഡിറ്റ് പർച്ചേസ് നോക്കിയിട്ട് പോണം. Now tell me what is the credit purchase amount. Quickly tell me what is the credit purchase amount. You all know, you are all experts now. Tell me what is the credit purchase. Yeah, 1,60,000. So the credit purchase is 1,60,000. You are all experts. Now credit purchase ന്റെ എലമെന്റ് കഴിഞ്ഞു, അല്ലെ? ഇനിയിപ്പോ നമുക്ക് എന്താ വേണ്ടത്? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. എന്താണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ? എന്താണ്? ഇപ്പൊ ആവറേജ് ട്രേഡ് പേയബിൾസും നമുക്ക് വേണം, അല്ലെ? ആവറേജ് ട്രേഡ് പേയബിൾസും വേണം. റേഷ്യോസിൽ അത് വേണ്ടേ? ടേൺ ഓവർ റേഷ്യോ ചെയ്യാൻ ആവറേജ് ട്രേഡ് പേയബിൾസും വേണ്ടേ? Tell me what is the average trade payables? I am okay with it. I'm doing well in my life. अगर तेरी भाभी है, भाभी होगी तेरी, शादी होगी मेरी. So hope question തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. So you can have that one added. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ട്രേഡ് പേയബിൾസ് എടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സിനെയും
ക്രെഡിറ്റേഴ്സിനെയും ബിൽസ് പേയബിളിനെയും കൺസിഡർ ചെയ്യണം. രണ്ടും കൺസിഡർ ചെയ്യണം. നോർമലി പെട്ടെന്ന് ചില ക്വസ്റ്റ്യനിൽ ബിൽസ് പേയബിൾ തരാറില്ല, ചിലപ്പോൾ തരാറുണ്ട്. ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതിനെയും ട്രേഡ് പേയബിൾസിൽ ആഡ് ചെയ്യണം. ഒന്ന് ശ്രദ്ധിക്കുക. 40,000, വെരി ഗുഡ്. ഓക്കെ, ഇത് രണ്ടും ഡേറ്റ ആയി. Then I think your creditors turnover ratio is there. Creditors turnover ratio is there. Now the formula is written. Kindly complete it and give me the answer. Formula is written. Give me the answer. Yeah, ഒരാള് പറഞ്ഞു. Yeah, രണ്ട്. Yeah, very good. Some more students. Yeah, very good. So net credit, yeah, 4 times. Yes, 4 എന്നല്ല, 4 times or 4:1. 4 times എന്ന് പറയുക. ടൈംസ് എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രസക്തിയേറിയതാണ്. ഓക്കെ, ടൈംസ് ആണ് പറയേണ്ടത്. So yeah, 4 times. Very good. Now tell me. The answer is over now. Very good, students. Now next one, quickly. Average debt payment. ഇതെല്ലാം വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. Yes, average debt payment. Formula period, debt payment period. Average debt payment period. Oh, no. Somebody's answer is not correct. Average debt payment period. ഇവിടെ ഞാൻ മന്ത്സിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെറ്റ് പേയ്മെന്റ് പീരീഡ് ആണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഡേയ്സ് അല്ലേ വരത്തുള്ളൂ. അപ്പോ 365 ഡേയ്സിന്റെ മുകളിൽ വരുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കമ്പനി അടച്ചിട്ട് കൂട്ടിയിട്ട് പോയാൽ മതി എന്നാണ്. അതാ കണ്ട ആൻസർ വരുന്നു. യെസ്, പീപ്പിൾ ആർ വെരി ക്വിക്ക്. 9 അല്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫോർമുല കയ്യിലുണ്ടല്ലോ. ഫോർമുല ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ആൻസർ അങ്ങനെ എഴുതിയാ പോരെ? 90 days. That's correct. 3 months or 90 days. ഞാൻ ഇവിടെ മന്ത്സിൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഈസിയർ വേയില് നിങ്ങൾ ഡേയ്സിലും ചെയ്യാം. നോട്ട് ബാഡ്. 90 days. ഡേയ്സ് എന്ന് മെൻഷൻ ചെയ്യാം. 3 months or 90 days. Good, very good. So hope this concept is clear now. Hope this concept is clear for all. Yeah. വെരി ഗുഡ്. ഫോർമുല മഗ്ഗപ്പ് ചെയ്യരുത്. കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി കൊണ്ടുപോവുക. എന്നാൽ ഫോർമുല നിങ്ങൾ എഴുതും. വെരി ഗുഡ് സ്റ്റുഡന്റ്. Now let us do quickly this one. അടുത്ത അതിൽ ബിക്കോസ് നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസിൽ നമുക്ക് ഒരു 7-8 റേഷ്യോസ് ഉണ്ട്. നമ്മൾ 3 എണ്ണം കണ്ടു കഴിഞ്ഞു. അടുത്ത 2 എണ്ണം ഇപ്പൊ കാണാൻ പോവുകയാണ്. പെട്ടെന്ന് ചെയ്യുക. Next ratios, fixed asset turnover, finish, sir. Very good. Small problem. So give me fixed asset turnover ratio. Those who have finished, start working on. Yes, answer is coming, flowing in. It has been given as a homework. I will do 1 or 2 steps here. So the remaining you try to do it. So that Q&A varam. Whatever Q&A is there. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കുക. കറണ്ട് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ട തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ നമ്മൾ തന്നിട്ടുണ്ട്. Those who are not familiar with that and ചിലപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത് കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കും വേണ്ടിയുള്ള ബെനിഫിറ്റിലാണ് ഞാൻ പറയുന്നത്. So those who already know this, you are all very good. So just understand കോൺസെപ്റ്റ് എങ്ങനെയാ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ബ്രാക്കറ്റിൽ ഓൾ ഐ ഡോണ്ട് നോ. ഓക്കെ, ഫൈൻ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ അഗെയിൻ. സോ the total sales of RBC Limited are rupees 6,40,000. So ഇവിടെ all credit sales ആണ്. അപ്പോ ആദ്യത്തെ നോട്ട് ചെയ്യേണ്ടത് എന്റെ സെയിൽസിന്റെ ഫിഗർ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ്. എല്ലാ സെയിൽസും ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ ഇവിടെ ക്യാഷ് സെയിൽസിന്റെ പ്രസക്തി ആദ്യമേ തന്നെ ഇവിടെ ഔട്ടായി. Then
a gross profit margin. So gross profit margin തന്നിട്ടുണ്ട്, സെയിൽസും കയ്യിലുണ്ട്. നമ്മുടെ മനസ്സിൽ എന്ത് കയറുന്നു അല്ലെ? Then current ratio എന്താണ്? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്? പെട്ടെന്ന് വരണം. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫിഗർ യു നീഡ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇൻവെന്ററീസ് തന്നിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഏതിന്റെ കൂടെ ഉള്ളതാണ്? പിന്നെ അവരെന്താ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനില്? ഡിറ്റർമൈൻ ദ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണം. അപ്പൊ ഇൻവെന്ററിയുടെ ഫിഗർ തന്നിട്ടുണ്ട്, പക്ഷെ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിങ്ങും ക്ലോസിങ്ങും വേണം അല്ലെ? അപ്പൊ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടായാലേ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ? സോ ഇതിനെ വ്യക്തമായിട്ടും മനസ്സിലാക്കുക. ഇവൻ ഇൻവെന്ററി ടേൺ ഓവർ ഇസ് 5 times. ആ ഫോർമുലയിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അവർ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞു. നമ്മളിപ്പോ പ്രോബ്ലത്തിൽ ഏതാ? നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇത് അവർ തന്നെ തന്നിട്ടുണ്ട്. നൗ ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. അവരതാ പറയുന്നത്, യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഹിയർ. അതാണ് ഈ പ്രോബ്ലത്തിന്റെ മെയിൻ തിങ്. ആൻഡ് ദെൻ ഡിറ്റർമൈൻ ദ ആവറേജ് കളക്ഷൻ പീരിയഡ് ഇഫ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. Then we have to see whether closing balance we can find it out. Find the other. So think on those lines and then try to answer this. Then it will be easy for you. So those who have written, they would have written it. We are going to Q&A session, and then we will be at the next. We will be covering the profitability ratios, the last one, and some of the ratios which are called market ratios എന്ന് പറയും. അതിനെ നമ്മൾ റിട്ടേൺ ഓൺ അസറ്റ്സ് എന്നും റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നും ഏർണിംഗ്സ് പെർ ഷെയർ എന്നും ഡിവിഡൻഡ് റേഷ്യോസ് എന്നും പല റേഷ്യോസ് ഉണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പക്ഷെ ഈ 4 റേഷ്യോസും, അതായത് ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി ആൻഡ് കവറേജ് റേഷ്യോ, ആൻഡ് വി ഹാവ് സീൻ ആക്ടിവിറ്റി റേഷ്യോസ് ടുഡേ, ആൻഡ് ദെൻ the final one is profitability ratio. We will see in the next class. Hope you can ask your doubts so that we can clear it off one by one. Where ഏതെങ്കിലും portions you need this one, you please ask. EBIT എന്ന് പറഞ്ഞാൽ എന്താണ്? EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. EBIT is nothing else, is earnings before interest and tax. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി പൈസ ഏൺ ചെയ്യുന്നത്, അതായത് ഏത് കമ്പനിയിലായാലും ഏർണിംഗ്സ് വരണമെങ്കിൽ സമ്മറൈസ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഐ വിൽ സമ്മറൈസ്. ഓക്കെ, ഈ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ റേഷ്യോസിലാണ് നോക്കുന്നത്. ദിസ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അതായത് ഒരു ബിസിനസ്സിൽ ആദ്യം എന്താ നമ്മൾ ഏത് ബിസിനസ്സും എന്താ നോക്കുന്നത്? സെയിൽസിനെയാണ് നോക്കി പോകുന്നത്. അപ്പോൾ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. ആ കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ സെയിൽസ് നടത്താൻ വേണ്ടി നമ്മൾ പല കോസ്റ്റും ഇൻകർ ചെയ്യേണ്ടി വരും. ആ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് വേരിയബിൾ കോസ്റ്റ് എന്നും ഒന്ന് ഫിക്സഡ് കോസ്റ്റ് എന്നും. വെയിറ്റ് ചെയ്യുക, ഒരാളുടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പറഞ്ഞുതരാം. അപ്പോ ഈ പ്ലീസ് ലിസൺ ഓൾസോ. ആൻഡ് ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വിച്ച് വേരീസ് വിത്ത് യുവർ ആക്ടിവിറ്റി. നിങ്ങൾ 100 സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 സാധനത്തിന്റെ റാ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വേരീസ് വിത്ത് യുവർ പ്രൊഡക്ടിവിറ്റി. ആൻഡ് വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ്? നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നിങ്ങൾ ആ കാശ് കൊടുത്തേ പറ്റൂ. സപ്പോസ് റെന്റ് ഓഫ് എ ഫാക്ടറി ഓർ ഇലക്ട്രിസിറ്റി ചാർജസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഹാസ് എ ഫിക്സഡ് എലമെന്റ് ഇൻവോൾവ് ഇൻ ഇറ്റ് അല്ലെ? ഇപ്പോ നമ്മൾ വീട്ടിൽ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് 2 മാസം ടൂറിന് പോയി. താമസിച്ചാലും താമസിച്ചിട്ടില്ലെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ ആ 2 മാസം റെന്റ് കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ബിസിനസ് സെയിൽസ് ചെയ്താലും മിനിമം ഓബ്ലിഗേഷൻ ചാർജസ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ സെയിൽസ് കഴിഞ്ഞിട്ട് ഈ 2 കോസ്റ്റിനെയും കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ബി അറൈവിംഗ് അറ്റ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ള ഫിഗർ കിട്ടും. Hope it is clear to you. Then what is the next question? What was the next question? Other names of leverage ratios.
There are a lot of names are there. Leverage ratios in the പാർട്ടിലാണ് നമ്മൾ കവറേജ് എന്നും വിളിക്കാറുണ്ട്. ലിവറേജ് റേഷ്യോസിനെ കവറേജ് റേഷ്യോസ് എന്നും വിളിക്കാറുണ്ട്. ലോങ് ടേം സോൾവെൻസി റേഷ്യോസ് എന്നും പറയാറുണ്ട്. ലോങ് ടേം സോൾവെൻസി. ഈ ലിവറേജും കവറേജും ഇൻക്ലൂഡഡ് ആണ്. ഇതിനെ വേറെ ഒരു പേരും പറയാം. യു ക്യാൻ സീ ദിസ് വൺ, യു ക്യാൻ സേ ഇറ്റ് ആസ്, ഇനി ഇത് നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ ഇതിനെ പഠിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് എന്നാണ്. ഇപ്പൊ ഞാൻ ആ ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ നിങ്ങൾ ചോദിക്കും. അപ്പോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ദ സോൾവെൻസി റേഷ്യോ ഓർ ലിവറേജ് റേഷ്യോ മീൻസ് ലോങ് ടേം സോൾവെൻസിനെ, ലോങ് ടേം കടം വീട്ടാനുള്ള കപ്പാസിറ്റിനെ നോക്കുന്നതാണ് ആ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സർ, പ്രപ്പോസ് ഡിവിഡൻഡ് ഇൻക്ലൂഡഡ് ഇൻ കറന്റ് ലയബിലിറ്റീസ് വൈൽ, ഐ മിസ് ദാറ്റ്. പ്രപ്പോസ് ഡിവിഡൻഡ് ഇൻക്ലൂഡ്, പ്രപ്പോസ് ഡിവിഡൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുത്തു തീർക്കേണ്ടതാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാൻഡേറ്ററി അല്ല. പക്ഷേ അവരെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ മീറ്റിംഗിൽ, അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അവർ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ഉള്ള ബാധ്യതയുണ്ട്. അപ്പൊ ആ പ്രപ്പോസ് ഡിവിഡൻഡ് ആ പോർഷൻ അവർ കുറച്ച് മാറ്റി വെക്കണം. ബിക്കോസ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പ്രോഫിറ്റിൽ നിന്നുള്ള എമൗണ്ട് മാറ്റി വെക്കുക. അതുകൊണ്ടാണ് അത് കറന്റ് ലയബിലിറ്റി. ഒരു കൊല്ലത്തിന് മുമ്പ് കൊടുക്കണം. ഒരു കൊല്ലമല്ല, ആക്ച്വലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days കൊടുക്കണമെന്നാണ്. മാക്സിമം എക്സ്റ്റൻഷൻ 90 days വരെ മേടിക്കാൻ പറ്റും. അത് കമ്പനി ലോ ബോർഡ് അപ്രൂവ് ചെയ്യണം. ഇതെല്ലാം അതർ ലീഗൽ ആസ്പെക്ട്സ് ആണ്. ബട്ട് ഫോക്കസ് ഓൺ ദാറ്റ്. വെൻ യു ഡിക്ലെയർ എ ഡിവിഡൻഡ്, വെൻ യു പ്രപ്പോസ് എ ഡിവിഡൻഡ്, യു ഹാവ് ടു പേ ഇറ്റ്. അപ്പൊ അതിനുവേണ്ടി പൈസ മാറ്റി വെക്കണ്ടേ. അതുകൊണ്ടാണ് കറന്റ് ലയബിലിറ്റി. പെട്ടെന്ന് നമ്മൾ കമ്പനിയിൽ നിന്ന് കാശ് പുറത്തു പോകും. ആർക്കാ ഡിവിഡൻഡ് പോകുന്നത്? ഇൻവെസ്റ്റേഴ്സിനാണ്. അതുകൊണ്ടാണ് അത് കറന്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലും പ്രൊപ്രൈറ്ററി റേഷ്യോയിലുമുള്ള ഐഡിയൽ റേഷ്യോ ഒന്ന് പറഞ്ഞു തരുമോ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് പ്രൊപ്പറേറ്ററി റേഷ്യോ. ജനറലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് പറയുന്നത് ബെറ്റർ ആണ്. 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി, നിങ്ങളുടെ ഓൺ ഫണ്ട്സ് എന്ന് പറയുന്നത് 1 ലക്ഷം ആണെങ്കിൽ നിങ്ങൾ പുറത്ത് കടം മേടിക്കാൻ 2 ലക്ഷം വരെ പോകാം. അതാണ് ഐഡിയൽ എന്ന് പറയുന്നത്. പ്രൊപ്പറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഐഡിയലിസം ഒന്നുമില്ല. ബിക്കോസ് അവിടെ എന്താണെന്ന് അറിയാമോ, നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എത്രയാണ് ബിസിനസ്സിൽ നിങ്ങൾ പോകുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നോർമലി ചില ബുക്കിൽ 0.33 എന്ന് കൊടുത്തിട്ടുണ്ടാവും. 0.30, അറ്റ്ലീസ്റ്റ് 0.30 എങ്കിലും ഉണ്ടാവണം. ബിസിനസ് നോക്കും തോറും ഇറ്റ് വിൽ ബി മോർ. ഇഫ് ദർ ഇസ് നോ ഓപ്പണിംഗ് സ്റ്റോക്ക്, ടേക്ക് ദ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓൾറെഡി പറഞ്ഞു ഞാൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക. Then any other question, ma'am? നോർമലി ഇവിടെ ഈ പ്രോബ്ലംസ് റേഷ്യോ അനാലിസിസ് നമ്മൾ ലോങ് ടേം ഫണ്ട്സിന്റെ ഇൻട്രസ്റ്റ് ആണ് എടുക്കുന്നത്. ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലത്തിന്റെ മുകളിലുള്ളത്, ലൈക്ക് മോർഗേജ് ലോൺ, ടേം ലോൺ, ഡിബെഞ്ചേഴ്സ്. അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ ഇത്ര % ഒന്ന് തരും. അപ്പോൾ അവിടെ എടുക്കുക. ചില ക്വസ്റ്റ്യൻ കൺഫ്യൂസ് ചെയ്യാൻ തരും. ഈ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ തരും. അപ്പൊ അത് നോക്കണം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ 1/2 പെയ്ഡ്, അനദർ ഹാഫ് നോട്ട് പെയ്ഡ്. അപ്പൊ നിങ്ങൾ എത്രയാ പേ ചെയ്യേണ്ടുള്ളത് അതിനനുസരിച്ചുള്ളതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ടത്. വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ഓബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോസിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുക. അതായത് പെട്ടെന്നുള്ള ഓബ്ലിഗേഷൻ, നമ്മൾക്ക് പെട്ടെന്നാണ് ബിസിനസ്സിലെ പെട്ടെന്നുള്ള ഓബ്ലിഗേഷൻ എന്ന് പറയുന്നത് അവരുടെ ക്രെഡിറ്റേഴ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യുക. അത് ഇല്ലെങ്കിൽ ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതിനെ പേ ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് പേ ചെയ്യുക. അതാണ്. അതിൽ നമ്മൾ 3 റേഷ്യോസ് പഠിച്ചു. കറന്റ് റേഷ്യോസ് എന്നും ക്വിക്ക് റേഷ്യോ എന്നും അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ എന്നും പഠിച്ചു. പിന്നെ അതിൽ വേറൊരു സാധനം കൂടെ കണ്ടു നമ്മൾ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് അറൈവ് ചെയ്തെന്നും കണ്ടു. എന്താണ് വൈ ഡു വി റെഡ്യൂസ് ഡിപ്രീസിയേഷൻ ഫ്രം ഫിക്സഡ് അസെറ്റ്സ്? ബിക്കോസ് ഫിക്സഡ് അസെറ്റ്സിന്റെ ഒറിജിനൽ വാല്യൂലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഹയർ വാല്യൂൽ എടുത്തു കഴിഞ്ഞാൽ റേഷ്യോ റോങ് ആയിട്ട് കിട്ടുമല്ലോ. ആ അസെറ്റ് എന്ന് പറഞ്ഞ തേയ്മാനത്തിൽ വരുന്നതാണല്ലോ, തേഞ്ഞു പോകുമല്ലോ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ആ അസറ്റിന് വാല്യൂ ഉണ്ടോ? അപ്പോൾ അതിന്റെ റിയലിസ്റ്റിക്, നിങ്ങൾ ആദ്യം P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പഠിക്കുന്നത് എന്താണ്? യുവർ അക്കൗണ്ട് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഫെയർ, ട്രൂ ആൻഡ് ഫെയർ ഇൻ വാല്യൂ, അല്ലെ? ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ
About students, to summarize these three chapters, these three topics, like ratio analysis, current ratio, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ current ratio, അതായത് current ratios-ൽ കറണ്ട് റേഷ്യോസിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്നും പറയാറ്. ആ ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ 3 റേഷ്യോ പഠിച്ചു. അത് ദാറ്റ് ഈസ് കറണ്ട് റേഷ്യോ, you have learned absolute cash ratio and quick ratio. ഈ 3 റേഷ്യോസും പഠിച്ചു. പിന്നെ നമ്മൾ പല റേഷ്യോസും അടുത്ത നെക്സ്റ്റ് ആയിട്ടുള്ള റേഷ്യോസിൽ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് സോൾവെൻസിയിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പല റേഷ്യോസ് ആണ് നമ്മൾ അതിൽ കണ്ടത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്തൊക്കെയാണ് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പറയാൻ പറ്റുമോ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലാതെ വേറെ എന്തൊക്കെ റേഷ്യോസ് ആണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവെൻസി റേഷ്യോ, other ratios can you type? These 3 people will remember. Other ratios can you type quickly? Fixed asset ratio, very good. Interest coverage ratio, yes, very good. അപ്പോൾ ഇതെല്ലാം റേഷ്യോസ് പഠിച്ചു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്? ഇതെല്ലാം നമ്മൾ ലോങ് ടേം സോൾവെൻസി നോക്കാൻ, ഷോർട്ട് ടേം സോൾവെൻസിയെ നോക്കാൻ ലിക്വിഡിറ്റി റേഷ്യോയും ലോങ് ടേം സോൾവെൻസിനെ നോക്കാൻ നമ്മൾ solvency ratios പഠിച്ചു. solvency and coverage ratio or capital structure ratios or long term solvency ratios എന്നും പറയാറുണ്ട്. ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ്, അത് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസിലാണ് പഠിച്ചത്, അത് സോൾവെൻസിയിലല്ല. ആക്ടിവിറ്റി റേഷ്യോസിലാണ് ഇതുള്ളത്. ഫിക്സഡ് അസറ്റ് നെറ്റ്വർത്ത് റേഷ്യോ, ഇറ്റ് ഈസ് എ സോൾവെൻസി റേഷ്യോ ആണ്. ബിക്കോസ് നോക്കൂ, സോൾവെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം എന്നുള്ള ടേം ഓർത്ത് വയ്ക്കുക. ലോങ് ടേം സോൾവെൻസി എന്ന് ഓർക്കുക. ജനറലി സോൾവെൻസി റേഷ്യോസിൽ അതിൽ ഷോർട്ട് ടേമിന്റെ പ്രസക്തി കുറവാണ്. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള അസറ്റും ലയബിലിറ്റിയും കണ്ടാൽ മതി, തീർന്നു. ബിക്കോസ് കുട്ടികളെ വേറൊരു സിമ്പിൾ ടെക്നിക് പറഞ്ഞുതരാം. ഇതിലെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ഈ 2 റേഷ്യോസിലും ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള ഫിഗേഴ്സിനെ ലിങ്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. P&L ഉള്ള ഒരു ഫിഗർ പോലും നേരെ വരുന്നില്ല ഇവിടെ. ഇവിടെ മൊത്തം മോസ്റ്റ്ലി വരുന്നത് ഈ ആദ്യത്തെ 2 റേഷ്യോസിൽ ബാലൻസ് ഷീറ്റിന്റെ ഫിഗേഴ്സ് ആണ്. ആക്ടിവിറ്റി റേഷ്യോസിൽ കൂടുതലായിട്ടും നമ്മൾ പ്രസക്തി കാണുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് P&L ആണ്. അവിടെയാണ് നമ്മൾ ഇന്ന് പഠിച്ച റേഷ്യോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എന്തൊക്കെ വരും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്, നെറ്റ് പർച്ചേസസ് ആണ്, plus direct expenses minus closing stock, that is COGS, cost of goods sold. ഈ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് ഓർക്കണം. പല കുട്ടികളും ഇത് റോങ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്, അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. കുറച്ച് ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. പറയൂ മാം. For calculating conversion cost for a manufacturing industry, can we include term loan EMI or only interest for the loan and OD interest? First term for calculating conversion cost. Conversion cost, coverage ratio, അതിനെയാണ് debt service coverage ratio എന്ന് പറയുന്നത്. For a manufacturing firm എന്താണ്? Okay, conversion for a manufacturing industry, can we include term loan EMI or only interest for the loan and OD interest? എല്ലാം കൺസിഡർ ചെയ്യണം. പക്ഷേ ഈ റേഷ്യോസിൽ OD ഇൻട്രസ്റ്റിനെ മാത്രം നമ്മൾ മാറ്റി വെക്കുന്നു. ബിക്കോസ് OD ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അപ്പോ അതിനെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് പോയേ പറ്റൂ. അത് മാനുഫാക്ചറിങ് ആയാലും കൊള്ളാം, സർവീസ് ആയാലും കൊള്ളാം. സർ, അടുത്ത ക്വസ്റ്റ്യൻ, മോർട്ടേജ് ലിയൻ ലോങ് ടേം ബോറോവിങ്സ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു, വൈ? മോർഗേജ് ലിയൻ, LIAN. മോർഗേജ് ലോൺ ആയിരിക്കും. മോർഗേജ് ലോൺ. മോർഗേജ് ലോൺ ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു, വൈ? ഇല്ല, എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ നെറ്റ്വർത്ത്? നെറ്റ്വർത്ത് ആണ് ഞാൻ പറഞ്ഞത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്നാണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്തൊക്കെയാ ഉള്ളത് എന്ന്, അല്ലെ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്തൊക്കെയാ ഉള്ളത്? ഇക്വിറ്റി പ്ലസ് ഇവിടെ പ്രിഫറൻസ് ഷെയറും ആഡ് ചെയ്ത് എടുക്കുന്നു, പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടി.
സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ മാത്രം അന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവര്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ആ ഫോർമുലയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. COGS ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. COGS എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. COGS എങ്ങനെ അറൈവ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആവറേജ് ഇൻവെന്ററി ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വെച്ച് ആൻസർ കണ്ടുപിടിക്കുക. ഇപ്പോ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് COGS തരത്തില്ല, COGS ഇല്ല. സർ സെയിൽസ് മാത്രം തന്നിട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് ഡു സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അതും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ സർ COGS ഇല്ല, COGS കണ്ടുപിടിക്കണം. സെയിൽസ് എന്ന് വേറെ ഡേറ്റ തന്നിരിക്കും, COGS ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ COGSന്റെ ഡേറ്റയുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ സെയിൽസ് എങ്ങനെയോ നമ്മൾ കണ്ടുപിടിച്ചു ബൈ സം അതർ റേഷ്യോ. then you can always calculate this ratio, sales divided by average inventory or closing stock, whichever data is available. Hope these sessions are clear. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സർ. ആക്ടിവിറ്റി റേഷ്യോസ് ആൻസേഴ്സ് എല്ലാം ടൈംസിൽ ആയിരിക്കുമോ പറയുന്നത്? മോസ്റ്റ്ലി ഡേയ്സ് ടൈംസിലാണ്, മോസ്റ്റ്ലി ഡേയ്സ് ആൻഡ് ടൈംസിലാണ്. ആക്ടിവിറ്റി റേഷ്യോസ് അല്ല, ഡേയ്സിലും ടൈംസിലാണ്. Hope the session was useful, students. Thank you. Okay. I take this opportunity to thank Professor Venkatakrishnan H for giving a wonderful and interesting session. Also, I thank all the participants who attended today's session.